നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കരുവാരകുണ്ട് ഷോറൂമിൽ നിന്നാണ്. ഇന്നലെ കൊച്ചി ഷോറൂമിലായിരുന്നു അല്ലേ? അപ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, ഇന്നലെ ആ കൊച്ചിയിലല്ല, 2 ദിവസം മുന്നൊക്കെ ഷൂട്ട് ചെയ്ത വീഡിയോസാണ്. ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് ഇറങ്ങാൻ വൈകും അല്ലേ? അപ്പോൾ ഇന്ന് കരുവാരകുണ്ട് ഷോറൂമിലെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. ഈ മാസം നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. ഓഗസ്റ്റ് 15 വരുന്നുണ്ട്, ഓണം വരുന്നുണ്ട്, കല്യാണങ്ങളുണ്ട്. അതെ, റിവ്യൂ ലെവൽ പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഈ പ്രോഗ്രാമിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യലുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോറൂമിൽ വരുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു ഗ്യാപ്പിലൊരു 20-ാം തീയതി 25-ാം തീയതി ഇടയിൽ ഒരു ദിവസമൊക്കെ സഫാരി കാർസ് ലീവ് ഉണ്ടാവും. ഞങ്ങൾക്ക് ലീവില്ലാതെയാണ് പോണത്. ആ ലീവ് എന്ത് ചെയ്യും, ഞങ്ങൾ പോസ്റ്റായിട്ടും സ്റ്റോറി ആയിട്ടൊക്കെ നിങ്ങൾ അറിയിക്കുകയും ചെയ്യും. ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താൻ കുറച്ച് വണ്ടികളുണ്ട് അല്ലേ? കുറച്ചധികം ഫോർച്യൂണറിൻ്റെ വീഡിയോ ഹംദാൻ റീൽ ചെയ്തിരുന്നു. എത്ര ഫോർച്യൂണർ ഉണ്ടായിരുന്നു? 11ഓളം ഫോർച്യൂണർ ഉണ്ടായിരുന്നു. അതിൽ 2-3 വണ്ടി ബുക്കിംഗ് ആയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഫോർച്യൂണറുകൾ നമുക്ക് സെയിൽ ചെയ്യാണ്ട്. ചെറിയ വിലൻ്റെ വണ്ടി ഉണ്ടോ എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട്. നമുക്കൊന്ന് കാണിച്ചു കൊടുത്താലോ? എക്സ്ചേഞ്ച് ചെയ്താണ്. വളരെ കിലോമീറ്റർ കുറഞ്ഞ 18 മോഡൽ വണ്ടി ആകെ 55,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വെറും 55,000 കിലോമീറ്റർ ഓടിയ വാഗ്നർ അല്ലേ? വാഗ്നറൊക്കെ നല്ല റീസെയിൽ മാർക്കറ്റിലെ വണ്ടിയാണ് അല്ലേ? പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനമാണ്. VXi LXi ഏതാണ്? ഫസ്റ്റ് ഓണറാണ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്. നമ്മളവിടെ അടുത്തുള്ള രജിസ്ട്രേഷൻ തന്നെയാണ്. അതെ. അപ്പോൾ കഴിഞ്ഞ ഫോർച്യൂണറിന്റെ വീഡിയോ ചെയ്തപ്പോഴേ അതിലും ഞാൻ കണ്ടു കമന്റ്, ഇനി ഫുള്ള് പൈസക്കാർക്കുള്ള സഫാരി കാർസ് പറഞ്ഞിട്ട്. ഇത് 3,90,000 രൂപ. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാം. ഒന്ന് പെയിന്റ് ടച്ചപ്പ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ? 18 മോഡൽ ഇപ്പോഴും ആകെ 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വളരെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഓലിക്ക് നമ്മൾ കൊടുത്തത് അങ്ങനത്തെ ഓണർഷിപ്പോ 20,000 കൂടി ഫസ്റ്റ് ഓണർ. പുതിയ എടുത്ത വണ്ടി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ബഡ്ജറ്റിൽ വണ്ടി വേണ്ടവർക്ക് ഒരു കിടിലൻ വാഗ്നർ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാം. സിംഗിൾ ഓണർ വണ്ടി തന്നെ അല്ലേ? പിന്നെ ചെറുവണ്ടികൾ ഒരുപാട് വരലുണ്ട് കേട്ടോ അല്ലേ? അതേപോലെ വരുമ്പോൾ ഇനി ഉടനെ നമ്മൾ എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. അതേപോലെ ഫോർച്യൂണറുകൾ ഫുള്ള് ന്യൂ ഷേപ്പാണ്. എല്ലാ മോഡലും ഉണ്ട്. 17, 18, 19, 20, 24 മോഡലൊക്കെ ഉണ്ട്. എത്ര മുതൽ എത്ര വരെ പ്രൈസും വരുന്നുണ്ട്? 21 ലക്ഷം മുതൽ 52 ലക്ഷം വരെ, 51 ലക്ഷം വരെ വണ്ടികൾ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒറിജിനൽ കേരള വണ്ടി ഉണ്ട്. ആൾക്കാർക്ക് പിന്നെ അവരുടെ ആർട്ടിയിലേക്ക് NOC എടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ വണ്ടികളുണ്ട്. അതേമാതിരി SUV ടൈപ്പില് വളരെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടികൾ 4 വണ്ടി ഒരേ കാറ്റഗറിയിൽ വരുന്ന 6 വണ്ടി ഉണ്ട്. 7 വണ്ടി ഉണ്ട്. 8 ഉണ്ട്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഈ ഒരു എപ്പിസോഡിൽ ഈ 8 വണ്ടിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ ഈ ഒരു കാറ്റഗറി വണ്ടി നോക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് പറഞ്ഞു, നല്ല വെയിലുണ്ട്. 2023 മോഡല് SX ഓപ്ഷൻ വണ്ടിയാണ്. 2023 മോഡലില് ആകെ 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടി. ഏകദേശം 21 ലക്ഷം റുപ്യോളം പുതിയ വില വരുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. ഇത് നമുക്ക് 16 ലക്ഷം റുപ്യ കൊടുക്കും. അതേമാതിരി 2020 മോഡല് 21 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. ഇത് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്. ഫസ്റ്റ് ഓണർ ആണ്. 65,000 കിലോമീറ്റർ. ഇത് നമുക്ക് 11 ലക്ഷം റുപ്യ കൊടുക്കും. അതേമാതിരി 2020 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് കറക്റ്റാ. ഒരുപാട് ആൾക്കാർ എൻക്വയറി ഉണ്ട്. ലാസ്റ്റ് വണ്ടി 2020 ഡിസംബർ വണ്ടിയാണ്. നമുക്ക് 14,300 കൊടുക്കാം. അതേമാതിരി ഗ്രാൻഡ് വിറ്റാര ഏകദേശം 20,50,000 റുപ്യോളം പുതിയ തന്നെ അൽഫ പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. 360 ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടിയാണ്. ഇത് നമുക്കൊരു 15,300 കൊടുക്കാം. വെരി ഗുഡ്. ഏകദേശം മാരുതിന്റെ വണ്ടിയുമ്പോൾ 5 ലക്ഷം റുപ്യോളൊക്കെ പുതിയതിനെക്കാട്ടിലും കുറവുണ്ട്. നല്ല ഡിപ്രിസിയേഷൻ ഉണ്ട്. ഇങ്ങനത്തെ വണ്ടികൾക്ക് വില അറിയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും. ഇതേ വിലക്ക് പുതിയത് ഷോറൂമിലുണ്ട്. അങ്ങനെ ഓപ്ഷൻ കുറഞ്ഞതാണ്. അത് തെറ്റിദ്ധരിക്കണ എങ്ങനെയാണോ? ഈ വണ്ടിയെ പറ്റി അറിയാത്തവർക്കാണ്. ഈ വണ്ടിനെ പറ്റി കറക്റ്റ് ഷോറൂമിൽ അന്വേഷിച്ച് എല്ലാ ഓപ്ഷനെ പറ്റി അറിയുന്ന ആളുകൾക്ക് അത് ധാരണ ഉണ്ടാവും. 2023 മോഡല് 12-ാം മാസം വണ്ടി. ഫസ്റ്റ് ഓണർ. 22,000 കിലോമീറ്റർ. 0 ക്ലെയിം. അതിന്റെ ബാക്കത്തെ സീറ്റ് അവറുമ്പാടെ പ്ലാസ്റ്റിക് മാടെ പറിച്ചെടുത്തിട്ടില്ല. അത്ര നീറ്റ് വണ്ടി. 1 ലക്ഷം റുപ്യ എക്സ്ട്രാ ഫിറ്റിംഗ്സും ഉണ്ട്. 20 ലക്ഷം റുപ്യ പുതിയ ഷോറൂം പ്രൈസ് വരുന്ന വണ്ടിയാണ്. നമ്മൾ കൊടുക്കുന്നത് 15,75,000 രൂപ. അത്രത്തോളം വില ഡിപ്രിസിയേഷൻ 22,000 ഓടിയിട്ടുള്ളൂ. ഇത്രയും ഫിറ്റിംഗ്സും ഉണ്ട്. ഇതെന്താണോ, കുറെ മുന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴേ മേജർ ആക്സിഡന്റ് ഇല്ല എന്ന് പറയുമ്പോൾ ആൾക്കാർ കേൾക്കും, അപ്പം മൈനർ ആക്സിഡന്റ് ഉണ്ടോ? അപ്പോൾ അതും പറഞ്ഞു കൊടുക്കണം. മൈനർ ആക്സിഡന്റ് എന്ന് ഉദ്ദേശിച്ചത് ചെറിയ ബമ്പർ സ്ക്രാച്ച് അല്ലെങ്കിൽ ഫോഗ് ലാമ്പ് മാറി. അതിന്റെ ജസ്റ്റ് ഞാൻ കാണിച്ചു 3-4 സാധനങ്ങൾ മാറിയിട്ടുണ്ട്. അത് മാറാനുള്ള കാരണം ഒരു ഫോട്ടോ ഉണ്ട്. കാരണം നമ്മളത് കണ്ടെത്തും. അത് അവിടേക്ക് പോണതിന്റെ മുന്നേ ഇത് പറഞ്ഞു. 2025 മോഡൽ കിയ ഫിറോസ്. ഇന്നലെ പാരവിടുന്ന് പറയണ്ടേ, ഫിറോസിനെ കൊടുത്തു വെച്ചിട്ടുണ്ട്.
ഫിറോസ് അല്ല സിറോസ്. 25 മോഡല് 9ാം മാസം വണ്ടി. ആകെ 8500 കിലോമീറ്റർ. വെറും 8500 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുള്ളൂ. വണ്ടി ഷോറൂമിൽ എങ്ങനെയാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഉണ്ട്. 17 ലക്ഷം രൂപ പുതിയ വില വരുന്ന വണ്ടിയാണ്. നമുക്ക് 14.25 കൊടുക്കാം. 8500 ഓടിയിട്ടുള്ളൂ, ഒരു വർഷം പഴക്കമായിട്ടില്ല. അതിനുള്ള വില കമ്മിയുണ്ട്. ഇനി ഹൈ റൈഡറിനെ പറ്റി പറഞ്ഞു. 2024 മോഡല്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹൈബ്രിഡ് വണ്ടിയാ. സ്ട്രോങ് ഹൈബ്രിഡ്. സ്ട്രോങ് ഹൈബ്രിഡ്. ഇത് ഇന്ന ആരോ ഇപ്പൊ 2 ദിവസം മുന്നേ വിളിച്ചു. ഹൈബ്രിഡ് ഹൈ റൈഡർ കൊടുത്തിട്ട് ഇപ്പൊ പുതിയ സ്റ്റോക്ക് കയറിയതാ. ഇതിനെന്താ ഫാൾട്ട് പറഞ്ഞേ? ബമ്പർ, ഗ്രില്ല്, ഹെഡ്ലൈറ്റ്. ഇതിന്റെ ഏതൊരു കോർണറിൽ ഇങ്ങനെ ക്ലിപ്പ് നിന്ന് പോകുന്നതാ. ഷോറൂമിൽ കൊണ്ടുപോയിങ്ങാണ്ട് ഇവരെന്ത് ചെയ്തിരിക്കണം, ക്ലെയിമിന് ഒപ്പിട്ട് കൊടുത്തിരിക്കണം, ക്ലെയിം ചെയ്ത് മാറും. ഒരു ഹെഡ്ലൈറ്റ്, ബമ്പർ, ഗ്രില്ല്, അതിന്റെ ഫോട്ടോ വരുന്ന കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കാം. മൈനർ ആയിട്ടുള്ളതേ ഉള്ളൂ. പക്ഷേ ക്ലെയിം ചെയ്ത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിൽ മാറുമ്പോൾ ഷോറൂമിൽ നിന്ന് കംപ്ലീറ്റ് പുതിയ തരം മാറ്റി കൊടുക്കും. അപ്പൊ ക്ലെയിം നോക്കുമ്പോൾ ഇത്രയും ക്ലെയിമുകൾ ഈ വണ്ടിയിലുണ്ട്. അപ്പൊ അത് നമ്മൾ കൊടുക്കുമ്പോഴും എന്തൊക്കെ വണ്ടിക്ക് ക്ലെയിം ഉണ്ടോ അത് നമ്മൾ നോട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടേ നമ്മൾ കൊടുക്കുള്ളൂ. പക്ഷെ വണ്ടിക്ക് ഒരു ഫാൾട്ടും ഇല്ല. അതായത് ഇപ്പം നിങ്ങൾ മേജർ ആക്സിഡൻറ്റ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ബോണറ്റ് മാറി അപ്രോണ് പോയി അല്ലെങ്കിൽ പിന്നെ ഗ്ലാസ് പോവും, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു ബമ്പർ ഇവിടെ ചെറുതായിട്ട് നമ്മളൊരു കോർണറിൽ തട്ടിയാൽ പോലും ഈ ബമ്പറും ഹെഡ്ലൈറ്റ് ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ടല്ലോ, ഇതിന് കൊണ്ടുപോയി കഴിഞ്ഞാലും ഈ രണ്ട് പീസും മാറേണ്ടി വരും. ക്ലെയിമിൽ മാറുകയാണെങ്കിൽ സാധനങ്ങൾ മാറി കൊടുക്കേണ്ടി വരും. അതെ, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. ഷോറൂമാരെ പ്രൊസീജിയർ അങ്ങനെ. അതെ, അപ്പം പെയിന്റ് അടിക്കും ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മൾ ഓട്ടോമോട്ടീവ് ചെയ്യുകയാണെങ്കിൽ മാത്രം പെയിന്റ് അടിക്കാം. പക്ഷെ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ബമ്പർ കോർണർ ചെറുതായിട്ട് ആക്സിഡന്റ് ആയാൽ പോലും ബമ്പർ, ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഗ്രില്ലൊക്കെ റീപ്ലേസ് ആവും. അപ്പോൾ ആ റീപ്ലേസ് ചിലപ്പോൾ ടൊയോട്ടൻ്റെ ഇത്രയും വിലയുള്ള വണ്ടിക്കൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ നല്ല കോസ്റ്റിൽ വന്നു പോകും. നല്ല പ്രൈസ് വരും ക്ലെയിം ചെയ്ത് വരുമ്പോൾ. കസ്റ്റമറെ സംബന്ധിച്ച് പൈസ ഇറങ്ങണില്ലല്ലോ എന്നുള്ള ചിന്തയിൽ ഒക്കെ മാറ്റി വിടുകയും ചെയ്യും. പിന്നെ ലെജൻഡറാണിത്. 24 മോഡല്, 25 രജിസ്ട്രേഷൻ, 57 ലക്ഷം രൂപ പുതിയ വില ഉണ്ട്. നമുക്ക് 51 ലക്ഷം രൂപ കൊടുക്കാം. കിലോമീറ്റർ ആകെ 35,000 ഓടിയിട്ടുള്ളൂ. 24-25 വണ്ടി. ടൊയോട്ടന്റെ വണ്ടിന്റെ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കമ്മിയാക്കാറ്. ഇനി വില കൂടുതൽ എന്ന് പറയണ്ട. വണ്ടി ഉണ്ടായിരുന്നു, അത് കൊടുത്തു 5,900 ഓടിയുള്ളൂ. പുതിയ ഷോറൂമില് 49,000, 50,000, 50,000 കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എടുത്ത കസ്റ്റമറും എല്ലാ ടൊയോട്ടകൾ കൂടി അന്വേഷിച്ച് വന്നിട്ട് ഇവിടെ തന്നെയാണ് എടുത്തത്. നല്ല വിലക്കാണ് 46 ലക്ഷം രൂപയോളം. ചെറിയ 2, 3, 4 ലക്ഷത്തിന്റെ വ്യത്യാസമുള്ളൂ പുതിയ വണ്ടിയിൽ വന്നത്. പക്ഷേ ടൊയോട്ടന്റെ വണ്ടിമേ അധികം വ്യത്യാസം കിട്ടൂല. നമ്മൾ ഷോറൂമിൽ ഇല്ലില്ലാറ പ്രൈസിലൊക്കെ ഹൈക്രോസ് ഇറങ്ങിയ ടൈമിൽ നമ്മൾ വിറ്റിരുന്നു. കാരണം അന്ന് ഷോറൂമിൽ ബുക്കിംഗ് ഉണ്ടായ ടൈമിൽ അല്ലേ. ടൊയോട്ടനെ സംബന്ധിച്ച് വലിയ ഡിപ്രിസിയേഷൻ ഉണ്ടാവില്ല. എങ്കിലും ഇതിമേൽ 5-6 ലക്ഷം റുപ്യന്റെ മാറ്റം ഉണ്ട് അല്ലേ. മിനിമം ഡിപ്രിസിയേഷൻ എത്രയാണ് വരുന്നത്? ഇനി മഹീന്ദ്രന്റെ താർ എന്ന് പറഞ്ഞോ. താർ 2021 മോഡല്, 4x4 മാനുവല്, പെട്രോൾ, 12,75,000 രൂപ. ഇതൊക്കെ ഞങ്ങൾ വില പറഞ്ഞാലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ അല്ലേ, ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഇത്ര പ്രൈസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ഇത് പറയണ്ട. നമ്മൾ ഓരോ വണ്ടിക്കും പ്രൈസ് പറയുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. ഇനി താറ് വേറെ ഉണ്ട്. അതിന്റെ പെട്രോൾ ഓട്ടോമാറ്റിക് 4x4 ഉണ്ട്. അതേപോലെ ഇവിടെ BMW, ബെൻസ്, ഓഡി, മെഴ്സിഡസ് ബെൻസ്, വീണ്ടും ഓഡി, റേഞ്ച് റോവർ, ഇവോക്ക് ഒക്കെ പ്രീമിയം കാറ്റഗറി വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. അതായത് ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടി പുതിയ വണ്ടിയിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ അല്ലേ. ആർക്കും ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ ആരെയും നിർബന്ധിക്കുള്ള. നിങ്ങൾ പഠിക്കും, മാർക്കറ്റ് പഠിക്കില്ലേ. നമ്മളെത്തി വരും. ഞങ്ങളത്തേക്ക് വരുന്ന കസ്റ്റമറോട് ചില കസ്റ്റമർക്ക് ഇവിടുന്ന് വണ്ടി എടുക്കാൻ വന്നോലെ ഞങ്ങൾ പുതിയ വണ്ടി എടുക്കാൻ പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് എല്ലാ ഷോറൂമിലും ബന്ധങ്ങളുണ്ട്. ഇവിടെ സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ വന്ന ആൾക്കാർക്ക് ഞങ്ങൾ നിങ്ങൾക്ക് മാച്ചാവുക പുതിയതാണ് പറഞ്ഞിട്ട് ഞങ്ങൾ പുതിയതിനെ വിടും. ചില കസ്റ്റമർക്ക് ലോൺ നോക്കുമ്പോൾ അവർ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് ലോൺ ഇടുമ്പോൾ ഒക്കെ നോക്കുമ്പോൾ പ്രൈസ് നോക്കുമ്പോൾ ഇവർക്ക് നഷ്ടമായിക്കാരം. അപ്പോൾ ചില കസ്റ്റമർക്ക് വരുമ്പോൾ പുതിയ വണ്ടിൻ്റെ ഇല്ലാതെ ലാഭദാനം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതും പറഞ്ഞു കൊടുക്കും. അല്ലാതെ നമ്മൾ ആരും അടിച്ചേൽപ്പിക്കണില്ല അല്ലേ. അപ്പൊ 2-3 ലക്ഷം റുപ്യൊക്കെ കുറച്ചിട്ട് സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നതിനെക്കാട്ടും നല്ല ലോൺ ചെയ്തെടുക്കുന്ന കസ്റ്റമർക്ക് പുതിയത് എടുക്കുന്നുണ്ട്. പോക്കുണ്ട്. ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രൈസ് വരുമ്പോൾ ഞങ്ങൾ ആരെയും അടിച്ചേൽപ്പിക്കുക നിർബന്ധിക്കൊന്നുമില്ല. മാർക്കറ്റിൽ വണ്ടി എടുക്കണോല് നല്ലോ അന്വേഷിച്ച് പഠിച്ചിട്ടേ എടുക്കുള്ളൂ. പിന്നെ നമ്മൾ കൊടുക്കണ ഒരു ധൈര്യം കസ്റ്റമർക്ക് ഉണ്ട്. അത് നമ്മൾ തല പോയാലും നിലനിർത്തുകയും ചെയ്യും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് ഇന്ന് കരുവാരകുണ്ട് ഷോറൂമിലെ ഒരു വിശേഷങ്ങൾ. സെൻട്രത്തെ വണ്ടികൾ പരിചയപ്പെടുത്തിയില്ല. ഇന്നോവ ക്രിസ്റ്റകളും പഴയ മോഡൽ ഫോർച്യൂണറൊക്കെ നമ്മളത് സ്റ്റോക്ക് ഉണ്ട് അല്ലേ. ടൈപ്പ് 2 ഫോർച്യൂണർ 14 ഓട്ടോമാറ്റിക് 2 ഉണ്ട്. 12 ടൂ വീലർ ഡ്രൈവ് ഓട്ടോമാറ്റിക് ഉണ്ട്. 16 ടൈപ്പ് 2 ലാസ്റ്റ് ഇറങ്ങിയ മാനുവൽ ട്രാൻസ്മിഷനിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ വണ്ടിക്ക് ആവശ്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അധികം വൈകാതെ കാണാം. താങ്ക്